ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. ഇന്നൊരു നല്ലൊരു തോരൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തനിയൊരു നാടൻ തോരൻ കറിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ബീറ്റ്റൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 1/2 കിലോ ബീറ്റ്റൂട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ തൊണ്ടൊക്കെ ചെത്തി ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തിൽ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ബീറ്റ്റൂട്ടെല്ലാം അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തോരൻ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണല്ലോ നാടൻ കറികൾക്ക് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ അതിന് ശേഷം കുറച്ച് കടുകൊന്ന് പൊട്ടിക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കടുക് ഇങ്ങനെ പൊട്ടി പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പൊട്ടി അങ്ങനെ തെറിക്കത്തൊന്നുമില്ല കേട്ടോ. അത് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടത്. ഇനി വേണ്ടത് ഒരു ചെറിയ സവാള ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 2-3 പച്ചമുളക് എരിവിനനുസരിച്ചിടാം. അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ബീറ്റ്റൂട്ട് ഇച്ചിരി വേവുണ്ടല്ലോ, അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. വെള്ളം ചേർക്കാതെ അതിൻ്റെ തന്നെ വെള്ളം ഇറങ്ങി വേണം ബീറ്റ്റൂട്ട് വേകാനായിട്ട്. അപ്പോൾ ചെറിയ തീയിൽ അടച്ച് വെച്ച് ബീറ്റ്റൂട്ട് വേകാനായിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ബീറ്റ്റൂട്ട് വേകാനായിട്ട് ഒരു 10 മിനിറ്റ് സമയം എടുക്കുമായിരിക്കും. ഒരു ചെറിയ തീയിൽ നമുക്ക് അടച്ച് വെക്കാം. അതിൻ്റെ തന്നെ വെള്ളവും ആവിയൊക്കെ വന്ന് അത് വെന്തോളും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. കണ്ടോ, ഏകദേശം ഇപ്പോൾ വേവ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഇതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ്. അതുപോലെ 3 അല്ലി വെളുത്തുള്ളി ഞാനിങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. നമ്മൾ ഓൾറെഡി എരിവിന് പച്ചമുളക് ചേർത്തിട്ടുണ്ടെങ്കിലും ഈ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ആ വെളുത്തുള്ളിയും കുരുമുളകും കൂടി ഒന്ന് ഇളക്കി ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട്. ചിരകിയ തേങ്ങയാണ്. ഞാൻ 1/2 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. ഒത്തിരി ചേർക്കണ്ട. ഇപ്പോൾ ഞാൻ 1/2 കിലോ ബീറ്റ്റൂട്ടിനാണ് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. മിക്സിയിൽ അടിക്കുന്നൊന്നുമില്ല, അങ്ങനെ തന്നെ നല്ല പൊടിയായിട്ട് ചിരകിയ തേങ്ങയാണ്. പിന്നെ അതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ തേങ്ങയും ഇത് ഇട്ടതിന് ശേഷം നമുക്ക് ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. കാരണം അതിൻ്റെ ആ ഒരു പച്ചമണവും ടേസ്റ്റും ഒക്കെ. കാരണം ഇനി ഉപ്പ് ഈ സമയത്ത് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡിയാവുമേ. ഇത്രേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ളൊരു തോരൻ കറിയാണ്. അതുപോലെ തന്നെ അരിഞ്ഞെടുക്കാനും വലിയ പ്രശ്നമില്ല. കാരണം ഈ രീതിയിൽ അരിഞ്ഞാൽ മതിയല്ലോ, ചെറുതായിട്ട് അരിയണമെന്നില്ല. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ബീറ്റ്റൂട്ട് തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ബീറ്റ്റൂട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്നെങ്കിൽ വഴറ്റിയെടുക്കുമ്പോൾ മെഴുക്കുവരട്ടിയായിട്ട് എടുക്കും, അല്ലെങ്കിൽ തോരനായിട്ട് എടുക്കും. ഈ രീതിയിൽ നമ്മൾ സവോളയൊക്കെ വഴറ്റി അതുപോലെ വെളുത്തുള്ളിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ചേർത്തിട്ട് ഇച്ചിരി തേങ്ങയും കൂടി ചേർത്തിട്ട് ഈ രീതിയിലൊരു തോരൻ ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചോറിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ബീറ്റ്റൂട്ട് കിട്ടുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയുക. കുറച്ച് ഇതുപോലത്തെ നാടൻ റെസിപ്പീസൊക്കെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ ശ്രമിക്കണേ. അപ്പോൾ ഇതുപോലുള്ള നാടൻ റെസിപ്പികളും മറ്റ് റെസിപ്പികളും ഒക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.